പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്ന വേദങ്ങളിൽ നാലാമത്തേതായ അഥർവ വേദത്തിന്റെ ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. വേദങ്ങളുടെ ജ്ഞാനകാണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്ന രചനകളാണ് ഉപനിഷത്തുകൾ. ഇവയിൽ ഏറ്റവും ചെറിയതാണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. 12 സൂക്തങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. എങ്കിലും ഏറ്റവും ഗഹനമായ തത്വങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ വേദത്തിനും മഹാവാക്യങ്ങളുണ്ട്. ഈ മഹാവാക്യങ്ങൾ അതാത് വേദങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപനിഷത്തുക്കളിൽ കാണുന്നു. ഋഗ്വേദത്തിന്റെ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നും, യജുർവേദത്തിൻ്റെത് അഹം ബ്രഹ്മാസ്മി എന്നും, സാമത്തിൻ്റെത് തത്വമസി എന്നും, അഥർവവേദത്തിൻ്റെത് അയമാത്മാ ബ്രഹ്മ എന്നുമാണ്. മഹത്തായ, അതായത് പരബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതായതുകൊണ്ടാണ് ഇവ മഹാവാക്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. വാക്യങ്ങളുടെ വലുപ്പം കൊണ്ടല്ല. മാണ്ഡൂക്യ വേഗമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്ന ശ്രുതി പരാമർശം മറ്റു ഉപനിഷത്തുക്കളെ അപേക്ഷിച്ച് മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ വേദാന്തത്തിന്റെ ബാലപാഠങ്ങൾ അറിഞ്ഞിരിക്കണം. മാണ്ഡൂക്യം നല്ലതുപോലെ മനസ്സിലാക്കാൻ മറ്റേതൊരു ഉപനിഷത്തും നിഷ്പ്രയാസം ഉൾക്കൊള്ളാനാകും. നിരവധി ശ്ലോകങ്ങളിലൂടെ ഉപദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ വെറും 12 മന്ത്രങ്ങളിൽ കാച്ചി കുറുക്കി വെച്ചിരിക്കുന്നു എന്നതിനാലാണ് ഇതിന് ശങ്കരാചാര്യരുടെ പരമഗുരുവായ ഗൗഡപാദർ മാണ്ഡൂക്യ കാരിക എഴുതിയത്. ഉപനിഷത്തും കാരികയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ് മാണ്ഡൂക്യ ഉപനിഷത്ത് ഭാഷ്യം. ശ്രുതി എന്നാൽ വേദമാണ്. പ്രകരണം ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത്. മാണ്ഡൂക്യം ഒരേ സമയം ശാസ്ത്രവും പ്രകരണവുമാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് ഈ ഉപനിഷത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. ഈ ഉപനിഷത്തിന് ഗൗഡപാദർ ഏകദേശം 200 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് നൽകിയ വ്യാഖ്യാനമാണ് മാണ്ഡൂക്യ കാരിക. ഈ ശ്ലോകങ്ങൾ മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ സാരാർത്ഥമാണ്. ഇതിൽ 4 അധ്യായങ്ങളാണ്. 1-ാം അധ്യായം 29 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് ആഗമ പ്രകരണം, 2-ാം അധ്യായം 38 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് വൈദഗ്ധ്യ പ്രകരണം, 3-ാം അധ്യായം 48 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് അദ്വൈത പ്രകരണം, 4-ാം അധ്യായം 100 ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് അലാദശാന്തി പ്രകരണം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇതിൽ ആദ്യത്തെ അധ്യായമായ ആഗമ പ്രകരണം ഉപനിഷത്തിനോട് ചേർത്താണ് വായിക്കുന്നത്. ബാക്കിയുള്ളവ 3 സ്വതന്ത്രമായി നിലകൊള്ളുന്നു. ഇതിൽ 1-ാം പ്രകരണമായ ആഗമ പ്രകരണം ആത്മതത്വജ്ഞാനത്തിന് ഉപായമായിട്ടുള്ളതാണ്. 2-ാമത്തെ പ്രകരണമായ വൈദഗ്ധ്യ പ്രകരണം ബ്രഹ്മത്തിൽ ആരോപിക്കപ്പെടുന്ന ദ്വൈതബോധം നശിച്ച് അദ്വൈതബോധം ഉണ്ടാകുമ്പോൾ ആ ദ്വൈതം വാസ്തവത്തിൽ ഉള്ളതല്ലെന്ന് യുക്തിപൂർവ്വം പ്രതിപാദിക്കുന്നു. അദ്വൈത പ്രകരണത്തിൽ അദ്വൈതം ദ്വൈതം പോലെ കൽപ്പിച്ചിട്ടുള്ളതല്ല, അത് വാസ്തവമാണ് എന്ന് യുക്തികളെ കൊണ്ട് പ്രതിപാദിക്കുന്നു. അലാദശാന്തി പ്രകരണത്തിൽ അദ്വൈത ബോധത്തിനെതിരായുള്ള മറ്റു വാദങ്ങളെ അവയുടെ യുക്തികളെ കൊണ്ട് തന്നെ നിരാകരിക്കുന്നു. ഓരോ ഉപനിഷത്തിനും അതാത് വേദങ്ങളിലെ ശാന്തി പാഠം പറയുന്നുണ്ട്. പരമ്പൊരുളിന്റെ അനുഗ്രഹത്താൽ ആധ്യാത്മികവും ആധിദൈവികവും ആധിഭൗതികവുമായ വിഘ്നങ്ങളെല്ലാം നശിച്ച് ത്രിവിധ താപങ്ങൾക്കും ശാന്തി ഉണ്ടാകട്ടെ എന്ന് ശാന്തി മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിന് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ 2 ശ്ലോകങ്ങളുണ്ട്. ഉപനിഷത്തിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥകളെ കുറിച്ചും ഈ ശ്ലോകത്തിൽ പറയുന്നു. ആദ്യത്തെ 3 പാദത്തിലും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളെ കുറിച്ചും 4-ാം പാദത്തിൽ തുരീയാവസ്ഥയെ കുറിച്ചും പറയുന്നു. 3 അവസ്ഥകളും കൽപ്പിതമാണെങ്കിലും ജാഗ്രതയിലും സ്വപ്നത്തിലും തത്വ അന്യഥാ ജ്ഞാനമാണുള്ളത്. സുഷുപ്തിയിലാകട്ടെ തത്വമന്യഥാ ജ്ഞാനമില്ല. യഥാർത്ഥ ജ്ഞാനം തുരീയാവസ്ഥയിലേ ഉള്ളൂ. തുരീയാവസ്ഥ എന്നാൽ കൈവല്യാവസ്ഥ തന്നെയാണ്. സ്വപ്നാവസ്ഥയിൽ സ്ഥൂല വിഷയങ്ങളുടെ സുഖം നേരിട്ട് അനുഭവിക്കുന്നില്ല. കൽപ്പിതമായ ആ ഭോഗത്തിനെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു. സുഷുപ്തി അവസ്ഥയിൽ മറ്റു ജ്ഞാനങ്ങൾ ഒന്നുമില്ലെങ്കിലും സുഖത്തിനെ കുറിച്ച് അറിയുന്നു. ഈ 3 അവസ്ഥകളും കൽപ്പിതങ്ങളാണ്, യഥാർത്ഥമല്ല. 4-ാമത്തേതായ തുരീയ അവസ്ഥയിൽ എത്തുമ്പോൾ ബ്രഹ്മകൈവല്യം തന്നെ സിദ്ധിക്കുന്നു. അങ്ങനെ പരമായും അമൃതമായും ജനനഹീനമായുമുള്ള ബ്രഹ്മം ഏതാണോ അതിനെ നമിക്കുന്നു. 2-ാമത്തെ ശ്ലോകത്തിന്റെ താല്പര്യവും ഇത് തന്നെയാണ്. എന്നാൽ 1-ാമത്തെ ശ്ലോകം കൊണ്ട് ജീവാത്മാവായ ത്വം പദാർത്ഥത്തിനെയും 2-ാം ശ്ലോകം കൊണ്ട് പരമാത്മാവായ തത്പദാർത്ഥത്തെയും സൂചിപ്പിക്കുന്നു. ഇവ രണ്ടും തമ്മിൽ ഭേദമില്ല എന്ന് പ്രതിപാദിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ ശ്ലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യത്തെ 3 പാദങ്ങൾ മന്ദാക്രാന്താവൃത്തത്തിലും 4-ാമത്തെ പാദം ശ്രദ്ധരാവൃത്തത്തിലുമാണ് എന്നതാണ്. ഓമിതി ബ്രഹ്മ ഓങ്കാര ഏതേദം സർവം എന്നുള്ള ശ്രുതികൾ അനുസരിച്ച് എല്ലാ വാക്പ്രപഞ്ചവും ഓങ്കാരം തന്നെയാണ്. ആ ഓങ്കാരം ആത്മസ്വരൂപത്തെ പറയുന്നതായതുകൊണ്ട് ആത്മസ്വരൂപം തന്നെയാണ് ഓങ്കാരം. ഏത് വിഷയത്തിനും അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം എന്നീ 4 വശങ്ങളുണ്ട്. ഈ ഉപനിഷത്തിന്റെ പ്രയോജനം മോക്ഷമാണ്. അതിനാൽ ഉപനിഷത്തിന്റെ 1-ാം മന്ത്രത്തിൽ പറയുന്നത്
ഈ പ്രപഞ്ചം മുഴുവൻ ഓങ്കാരം എന്ന അക്ഷരമാകുന്നു. വാചകം പ്രണവവും വാച്യം ബ്രഹ്മവുമാണ്. പരാപര ബ്രഹ്മമായിട്ടുള്ള ഓങ്കാരത്തിന്റെ ബ്രഹ്മത്തോട് അടുപ്പിച്ചുള്ള സ്പഷ്ടമായ കഥനമാണ് ഈ ഉപനിഷത്തിലെ വിഷയം. കാലപരിച്ഛേദമുള്ള ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയും കാലത്രയത്തെ അതിക്രമിച്ചതായ മൂലപ്രകൃതിയും ഓങ്കാരമാകുന്നു. മാഹം ബ്രഹ്മ നിരാകുര്യ മാമാം ബ്രഹ്മ നിരാകരോ അനിരാകരണം അസ്തു അനിരാകരണം മേ അസ്തു തദാത്മനി നിരവേയ ഉപനിഷത്സു ധർമാസ്തി മയി സന്തു ഹേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും അർത്ഥം അറിയുണ്ടാവും, എന്നാലും ഈ സദസ്സിന് മുമ്പിൽ പറയുകയാണ്. എൻ്റെ അർത്ഥം എൻ്റെ എല്ലാ അവയവങ്ങളും, പ്രത്യേകിച്ച് വാക്ക്, പ്രാണൻ, ചക്ഷുസ്, ശ്രോത്രം, മനസ്സ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും പുഷ്പീകരിക്കപ്പെടട്ടെ. എല്ലാ ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മം തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കട്ടെ, ബ്രഹ്മം എന്നെയും നിരാകരിക്കാതിരിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അത്രയ്ക്കും പ്രാധാന്യമുള്ളതുകൊണ്ട്. ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള എന്തെല്ലാം ധർമ്മങ്ങളുണ്ടോ അവയെല്ലാം ആത്മാവിൽ തൽപരനായ എന്നിൽ നിന്ന് ഭവിക്കട്ടെ. ആധ്യാത്മികവും ആദിഭൗതികങ്ങളും ആദിദൈവികങ്ങളുമായ ദുഃഖങ്ങൾക്കെല്ലാം ശാന്തിയുണ്ടാകട്ടെ. ദേവസ്ഥിതിപരമായി ഹൃത്തിനും വാക്കിനും അഭേദം കൽപ്പിച്ചിരിക്കുകയാണ്. ഹൃത്ത് ഉച്ചരിക്കണമെങ്കിൽ വാക്കിന്റെ ശക്തി വേണം, പക്ഷെ സമ്മത്തെ ഉച്ചരിക്കണമെങ്കിൽ പ്രാണശക്തി നിർബന്ധമാണ്. ഈ പ്രാണൻ എന്നത് നമ്മുടെ ആത്മശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് ശക്തികളായ വാക്കും പ്രാണനുമാണ് ആത്മബലത്തെ പുറത്തേക്ക് തരുന്നത്. നമുക്കറിയാം, വാക്ക് എന്നത് വെറുതെ പറയാനുള്ളതല്ല, ആത്മവികാസാർത്ഥം ഉച്ചരിക്കാനുള്ളതാണ്. ഓം എന്ന അക്ഷരം അക്ഷരമായ ഉദ്ഗീതമാണ്. ഇതിൽ സാമത്തിൽ ദാനരൂപത്തിൽ ആലപിക്കുന്ന ഉദ്ഗീതമല്ല. സാമത്തിന്റെയും ഹൃത്തിന്റെയും അക്ഷരരൂപേണ സ്ഥിതി ചെയ്യുന്ന ഓം എന്ന അക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാക്കും പ്രാണനും ഓം എന്ന അക്ഷരത്തിൽ കൂടിച്ചേരുന്നു. അങ്ങനെ അന്യോന്യമുള്ള ആഗ്രഹത്തെ സാധിപ്പിക്കുന്നു. വാഗ്രൂപത്തിലുള്ള ഹൃത്തും പ്രാണരൂപത്തിലുള്ള സാമവും ഒരുമിച്ച് ചേരുമ്പോൾ ഓങ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാൻ പ്രാപ്തമായി തീരുന്നു. നമ്മുടെ എല്ലാ തത്വശാസ്ത്രങ്ങളും ഒരു തരത്തിൽ പറഞ്ഞിരുന്ന സമന്വയം അഥവാ കൂടിച്ചേരലാണ്. അതിൽ നിന്ന് പുതിയൊരു സൃഷ്ടിയാണ് ഉണ്ടാകുന്നത്. അതേസമയം ആധുനിക ശാസ്ത്രത്തിൽ അത് വേർപിരിഞ്ഞ് വലുതാകാൻ നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശാസ്ത്രങ്ങൾ ചേരേണ്ടവ ചേർത്തുകൊണ്ട് പുതിയൊരു സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആലോചനയിലാണ്. അങ്ങനെ വാക്കിലൂടെ ഉച്ചരിക്കുന്ന ഓങ്കാരം സർവകാമപ്രദമാകുന്നു. അതായത് സർവകാമങ്ങളും ആ ഓങ്കാരത്തിന് അധീനമാണ്. ഏതൊരുവൻ അക്ഷരമായ ഉദ്ഗീതത്തെ ഉപാസിക്കുന്നുവോ അയാൾ എല്ലാ കാമങ്ങളെയും സാധിപ്പിക്കുന്നതായ ശക്തിയുള്ളതായിരിക്കുന്നു. എന്തിനെയാണോ ഉപാസിക്കുന്നത് അതിൻ്റെ പൊതു സ്വഭാവം ഉപാസകനിലേക്ക് സംക്രമിക്കുന്നു. പ്രണവത്തെ കേവലം ശബ്ദമായി മാത്രം കണ്ടാൽ പോരാ, ആ പ്രണവം സർവകാമപ്രദമായ സാധ്യദേവതയായി അതിലൂടെ നമുക്കും പ്രണവത്തെ പോലെ സർവാഭീഷ്ട പ്രദായകനായിട്ട് മാറുന്നതിനുള്ള യോഗ്യതയും ലഭിക്കുന്നു. അതുപോലെ ഓങ്കാരം എന്നത് അനുവാദത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം കൂടിയാകുന്നു. ഒരു വിധി സഭ വന്നാൽ തീരുമാനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ എല്ലാവരും ചേർന്ന ഓം എന്ന് പറയും. സഭ കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്കറിയാം എല്ലാം ലോകനന്മയ്ക്ക് ഉതകുന്നതായിരിക്കും. പക്ഷെ ആ തീരുമാനത്തിന് അതിൻ്റെതായ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. സമൃദ്ധിയുടെ സ്വരൂപമാണ് ഓങ്കാരം എന്ന് വിചാരിച്ച് ഉപാസന ചെയ്യുമ്പോൾ ആ മനുഷ്യൻ കാമങ്ങളുടെ സമൃദ്ധിയെ ഉണ്ടാക്കുന്നവനായി തീരുന്നു. ഉത്തരോത്തരം ഓങ്കാരോപാസന കൊണ്ട് സർവകാമങ്ങളെയും വർദ്ധിപ്പിക്കാനുള്ള സമൃദ്ധിയിൽ നിറഞ്ഞ് ആ സമൃദ്ധി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് സമൃദ്ധി കൊടുക്കുവാനുള്ള ശക്തി നേടുന്നു. അവൻ നിത്യതൃപ്തനാണ്, നിറഞ്ഞിരിക്കുന്നവനാണ്, അതായത് ഉദാരമായ ബുദ്ധിയുള്ളവനായി തീരുന്നു. ഇത് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഉപനിഷത്ത് പറയുന്നത് നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് നമുക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ദരിദ്രവാസിയായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ച് എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കണം. അതിനുള്ള എല്ലാ ഉപാസനകളും, ഓങ്കാരോപാസന വളരെ പ്രധാനമാണ്. ഉപാസനകളെല്ലാം ചെയ്ത് ആഗ്രഹങ്ങൾ സാധിച്ച് നമ്മൾ സംതൃപ്തി അടയാണ്. സംതൃപ്തി പക്ഷെ അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്ടർ കെ സുന്ദരേശൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമൃദ്ധി ഉണ്ടാവുള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടി നമുക്ക് സമൃദ്ധി കിട്ടില്ല. പക്ഷെ അപ്പോഴാണ് ഈ ഐതരേയത്തിൽ നമ്മുടെ സുന്ദരേശൻ സാർ പറഞ്ഞത് ഓർമ്മ വരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ കുറച്ച് തന്നാലും നമുക്ക് സമൃദ്ധിയായി. അപ്പോൾ നമുക്ക് ആ സമൃദ്ധി നമുക്ക് ഇനി ബാക്കിയുള്ളവർക്കും കൂടി നമുക്ക് കൊടുക്കാം.
അപ്പൊ അങ്ങനെ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പരോപകാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും അടിസ്ഥാന തത്വം എന്നാണ് എനിക്ക് ഐതരോപനിഷത്ത് ഞാൻ ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് തന്നെ കണ്ടെത്തിയതാണ്. അല്ലാതെ എനിക്ക് ഒട്ടും അറിഞ്ഞിട്ടല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഈശ്വരന്റെ സ്വരൂപമായിട്ടുള്ള ഓങ്കാരത്തിന്റെ മാഹാത്മ്യം കൊണ്ടും രസം കൊണ്ടും ത്രൈവിഹിതമായ കർമ്മങ്ങളെല്ലാം ഓങ്കാരോപാസനയായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇത്രയും സിദ്ധി തരാൻ സാധിക്കുന്നതായതുകൊണ്ട് അത് കിട്ടാതിരിക്കാനുള്ള തടസ്സങ്ങൾ ഒരുപാടുണ്ട് എന്ന് അടുത്ത ഗ്രന്ഥത്തെ പരാമർശിക്കാമെന്ന് പറഞ്ഞ് ഗുരുനാഥൻ ഉപസംഹരിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും ഗുരുനാഥനെ അവിടെ ഗുരുവായൂർ മേൽശാന്തിയായിട്ട് നിയോഗം കിട്ടി. അതൊരു വലിയ നമ്മുടെയും കൂടി ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഗുരുനാഥനെ നമിക്കുന്നു. ഇതിന് വരാൻ പറ്റിയിട്ടില്ല, നമുക്കറിയാം അദ്ദേഹത്തിന് അത്രയും തിരക്കുള്ളത് കൊണ്ടാണ്. ഗുരുനാഥനെ നമിച്ചുകൊണ്ട് അടുത്ത 6ാം അധ്യായം നമുക്ക് എടുത്ത് തന്നത് ബ്രഹ്മശ്രീ പെരിങ്ങര വാസുദേവൻ നമ്പൂതിരി അവർകളാണ്. തന്നെ അനേകനായി പോയിട്ടുണ്ട്. അങ്ങനെ തേജസ്സിനെ സൃഷ്ടിച്ചു, തേജസ് സങ്കല്പം കൊണ്ട് ജലത്തിനെ സൃഷ്ടിച്ചു, അങ്ങനെ തുടരുകയാണ് സൃഷ്ടി. അപ്പോൾ ആരോ സംശയം ചോദിച്ചു, അപ്പോൾ സൃഷ്ടി എങ്ങനെയാണ്? അപ്പോൾ സൃഷ്ടി എങ്ങനെ പറയണമെന്ന് ഉപനിഷത്ത് നിർദ്ദേശിക്കുന്നില്ല എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. അങ്ങനെ ക്ലാസ് ഉപസംഹരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 6 സെക്ഷനായിട്ടാണ് ഛാന്ദോഗ്യ ഉപനിഷത്ത് ക്ലാസ്സുകൾ നടന്നത്. അപ്പോൾ ഛാന്ദോഗ്യ ഉപനിഷത്തിനെ കുറിച്ച് വളരെ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് മനസ്സിലാക്കാനും അറിഞ്ഞ ഭാഗത്തിനെ ആസ്പദമാക്കി ഒരു പ്രബന്ധം തയ്യാറാക്കാനും സഹായിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ദിവ്യശാസ്ത്രിയോടും ബ്രഹ്മശ്രീ മാനത്ത് കാക്ക അച്യുത നമ്പൂതിരി അവർകളോടും ഡോക്ടർ പെരിങ്ങര വാസുദേവൻ നമ്പൂതിരി അവർകളോടും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.